Hi everybody, this is Shweta. My name is Inder and welcome to our Channel. It's time for next scene of movie Drishyam 3. Let's watch it. Yes. പിന്നെ നിങ്ങളോട് വരാൻ പറഞ്ഞത് ജോർജ് കുട്ടിയുടെ ചില പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കാനാണ്. Okay. അഞ്ജു അനുവും ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ കേസിന്റെ കാര്യത്തിലെ ക്ലാരിറ്റി കുറവാണ്. Okay. ലോകത്തിലെ ഏത് മക്കളും സ്വന്തം അച്ഛനെ വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവര് ജോർജ് കുട്ടിയെ വിശ്വസിക്കുന്നതെന്ന് അറിയാവോ? പക്ഷെ അവരത് വലിയ കുട്ടികളാണ്. അവരുടെ ഉള്ളിൽ കുറെ ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ ജോർജ് കുട്ടിക്ക് മാത്രമേ കഴിയൂ. പറ്റുമെങ്കിൽ അവരെയും കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യുക. എന്നിട്ട് അവരോട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. വക്കീൽ ഞാൻ വിളിച്ചിട്ട് വന്നത് ഡോക്ടർ രഞ്ജിനി മാഡം പറഞ്ഞു കൃഷ്ണനെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ടെന്ന്. ഗുഡ് ഈവനിങ്. സോറി ഞാൻ ഒരു അല്പം ലേറ്റ് ആയി പോയി. സിനിമ നന്നായി പോകുന്നല്ലേ? ആ നന്നായിട്ട് പോകുന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. വക്കീലിന് എന്താ? നോ ഐ എം ഗുഡ്. ഞാൻ കഴിച്ചിട്ടാവുന്നേ. ആ നിങ്ങൾക്ക് എന്താ അറിയണ്ടേ ചോദിച്ചോ. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളൊന്നുമില്ല അച്ഛാ. ഈ കേസ് എന്തായി? ഇത് അവസാനിച്ചോന്ന് അറിയാനാ. ടെക്നിക്കലി അവസാനിച്ചിട്ടില്ല, പ്രാക്ടിക്കലി അവസാനിച്ച പോലെ. നമ്മുടെ നാട്ടിൽ തെളിയാതെ കിടക്കുന്ന ധാരാളം കേസുകളുണ്ട്. അതിലൊന്നായിട്ട് ഇത് മാറും. പേരിന് എന്തെങ്കിലുമൊക്കെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ആ പയ്യന്റെ ഫാമിലി ഈ കേസ് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോ അവർക്ക് വേണ്ടത് കിട്ടിയ സ്ഥിതിക്ക് ഇനി ആർക്കാ ഇതിന്റെ പിന്നാലെ നടക്കാൻ താല്പര്യം? ഏതാ പ്രഭാകർ ഇതങ്ങനെ വിട്ടുകളയോ? ഷീസ് ഇൻ ഡിപ്രഷൻ. നിനക്കെങ്ങനെ അറിയാം? യുഎസിലുള്ളൊരു മല്ലു യൂട്യൂബ് ചാനലുകാര് റിപ്പോർട്ട് ചെയ്തത് Okay. ചേച്ചി കണ്ടതല്ലേ? സി, പുതിയ എന്തെങ്കിലും തെളിവുകൾ കിട്ടാതെ പോലീസിന് ഈ കേസിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. Okay. പക്ഷെ അത് അല്ല മോൾക്ക് എന്തോ ചോദിക്കാനുണ്ട്. മോള് ധൈര്യമായിട്ട് ചോദിച്ചോളൂ. സംഭവം കഴിഞ്ഞ 6 വർഷത്തോളം ഇനി ഒന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസ് വീണ്ടും വന്നത്. ഇനി അങ്ങനെ സംഭവിച്ചൂടെ? DNA വൈദ്യുതി കാരണം ഹൈക്കോടതി നമ്മുടെ കേസ് കോടതിയിലല്ലേ? അച്ഛൻ എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പോലീസ് അത് വീണ്ടും കണ്ടുപിടിച്ചാലോ? ആ റിമൈൻസ് എവിടെന്നെങ്കിലും കിട്ടിയെന്ന് വെച്ചിട്ട് അത് നിങ്ങൾക്കെതിരെയുള്ള എവിഡൻസ് ആകുന്നില്ല. ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങളെ കണക്ട് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ പിന്നെ അത് പോലീസ് സ്റ്റേഷനിൽ കണ്ടുപിടിച്ചതിന് നമ്മൾ എന്തിനാ പേടിച്ചത്? അന്ന് ജോർജ് കുട്ടിയെ കണ്ടൊരു സാക്ഷി വഴി ഉണ്ടായിരുന്നു. അതായത് സാഹചര്യ തെളിവുകളുടെ ബലം കൂടി ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ഈ ബോഡി റിമൈൻസ് കിട്ടാത്തത്തോളം കാലം നമ്മളൊന്നും ചെയ്യാൻ बाबा अभी भी ഉണ്ടായിരുന്നെങ്കിൽ But body मिलेगी नहीं ना. हाँ, अभी तो कुछ പിന്നെ പ്രഭാകരന്റെ കുടുംബം അത് വിട്ടു. പോലീസിന് നിങ്ങൾക്കെതിരെ തെളിവില്ല. ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയില് നമുക്കെല്ലാവർക്കും എതിരെ ഇപ്പൊ ഒരു പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അത് സീസണിലല്ലേ, പുതിയ ടോപ്പിക് വരുമ്പോ ഇറ്റ് വിൽ ഡൈ ഡൗൺ. പിന്നെ നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. റാഷണലായി ചിന്തിക്കുന്നവരാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. quite difficult for them, yaar. ഫുഡ് കഴിച്ചിട്ട് പോകായിരുന്നു. ഇല്ല, എനിക്ക് ഇടയ്ക്ക് ഒരു ക്ലൈമറ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനൊരു ആവശ്യമായതുകൊണ്ട് ഓടിപ്പിടിച്ചിങ്ങി വന്നത് ഷോർട്ട് നോട്ടീസിൽ. വലിയ ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഞാൻ വക്കീൽ ഫീസിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാതെ? പിള്ളേരൊക്കെ വലുതായി വരികയല്ലേ, അവരുടെ ചിന്തകൾ മാറി തുടങ്ങി. അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായി. അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ
ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞു. ആ വരുൺ കേസിന്റെ ഒരു ഡോക്യുമെന്ററി ചെയ്യണതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സാറിനെ കാണാൻ വന്നത്. സാറിന്റെ വൈഫ് ഇപ്പൊ എവിടെയുണ്ട്? അവള് കൽപ്പറ്റയില. അവള് ട്രാൻസ്ഫർ ആയിട്ട് ഏതാണ്ട് ഒരു 6 മാസത്തോളായി. സാർ നമ്മൾ കേസിനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നുണ്ട്. സോറി, ആ കേസ് ഇപ്പോഴും ലൈവാ. ഞാനിപ്പോ സർവീസിലുണ്ട്. മോളിൽ നിന്നൊരു പെർമിഷൻ കിട്ടാതെ അത് ശരിയാവത്തില്ല. എന്നാ സാർ വൈഫിനോടൊന്ന് സംസാരിച്ച. ആ കേസിനെ കുറിച്ച് എന്റെ എന്തെങ്കിലും കിട്ടിയാലും എന്റെ വൈഫിന്റെ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതെന്താ സാർ അങ്ങനെ? തക്കതായ എന്തൊരു കാരണം ഉണ്ടാവും. ആ കാര്യത്തില് സാറിന്റെ ഭാര്യയ്ക്ക് നല്ല കുറ്റബോധം ഉണ്ടായെന്ന് കേട്ടു. അതെ, അത് എന്താ സാർ കാരണം? ഏതായാലും വരും കേസുമായിട്ട് അതിന് ബന്ധമില്ല. സർ, ഞാനൊരു പ്രപ്പോസൽ തരട്ടെ. സർ ഒഫീഷ്യലായിട്ട് കോപ്പറേറ്റ് ചെയ്യണ്ട, അൺഒഫീഷ്യലായിട്ട് കോപ്പറേറ്റ് ചെയ്താൽ മതി. സാർ പറയുന്ന ഒരു കാര്യവും റെക്കോർഡിൽ വരില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഫർമേഷൻ സാറിന്റെ വേണം. अरे रे ये लोग ना अभी डिक करेंगे सारी चीजें. സർ അത് നമുക്ക് സംസാരിക്കാം. अरे रे 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 ഈ ബീമിന്റെ താഴെ തടിയില് കണ്ണാടിയൊക്കെ വെച്ചൊരു ബോർഡർ പോലെ കൊടുത്ത് അതുപോലെ ഒരു ഹാൻഡ് റെയിൽ ഇവിടുന്ന് അവിടെ വരെ വെച്ചാ നന്നായിരിക്കില്ലേ? എത്ര തവണ പറഞ്ഞതാ? ഇയാളിങ്ങ വന്നേ. അതെ, ഞാൻ പറയുന്ന പോലെ തനിക്ക് വരച്ചു തരാൻ പറ്റുമോ? ഞാനിപ്പോ എന്താ 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 മോളെ? അമ്മ, നമ്മുടെ സിനിമ യൂട്യൂബില്. ഇതായിരുന്നോ? നിന്നെ വിളി കേട്ടപ്പോ എന്റെ നല്ല ജീവനങ്ങ് പോയി. ഇതൊരു പ്രശ്നമല്ലേ? അപ്പോ ഒരു സിനിമ എടുത്ത് വെച്ചിട്ട് क्लिक कर दीजिए हाँ। ഞാൻ ദുബായിലാണ്. നാളെ ഇരിക്കാൻ അവിടെ ഒരു കാര്യം ചെയ്യാം. ഞാൻ നേരെ ട്രിവാൻഡ്രത്തേക്ക് വരാം. ജോർജിയുടെ അങ്ങോട്ട് വാ. നമുക്ക് ഒരുമിച്ച് പോയിട്ട് DGP കാണാം. അതിനുവേണ്ട ഏർപ്പാട് ഞാൻ ചെയ്തോളാം. ഈ മൊബൈൽ ലൊക്കേഷൻ ഒക്കെ ട്രാക്ക് ചെയ്താൽ ഇപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുമല്ലോ. കിട്ടും. പോലീസ് അത് അന്വേഷിക്കുകയും ചെയ്തു. കോട്ടയത്ത് നിന്ന് അയാൾ മണിമല ഭാഗത്തേക്കാണ് പോയത്. അവിടെ പൊന്തമ്പുഴ ഫോറസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഒരു 2 മണിക്കൂറോളം അയാൾ ഉണ്ടായിരുന്നു. പിന്നെ മുണ്ടക്കയം കുട്ടിക്കാലം വഴി അയാൾ തിരിച്ച് രാജാക്കാട് എത്തി. അപ്പോ പൊന്തമ്പുഴ ഫോറസ്റ്റിലായിരിക്കും അയാളെ തെറ്റിരിക്കുന്നത് അല്ലേ? അങ്ങനെ ആവാം. ചിലപ്പോ പോലീസിനെ കബളിപ്പിക്കാനുള്ള ഡൈവേർഷനുമാവാം. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. സി, നിങ്ങളുടെ ചീഫ് എഡിറ്റർ എന്റെ പരിചയക്കാരനായിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായത്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്തും പറയാന്നല്ല. സോറി സർ. ആരും കാണാറില്ല. ഏകദേശം 53,000-ഓളം പോലീസുകാരാണ് ഈ സംസ്ഥാനത്തുള്ളത്. അതായത് 650 പേർക്ക് ഒരു പോലീസ്. ദിനംപ്രതി കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഞങ്ങൾക്കും പരിമിതികളുണ്ട്. ചുമ്മാ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരല്ലോ. കോടതിയിൽ അയാളെ ശിക്ഷിക്കാൻ ഉതകുന്ന തെളിവുകൾ കൂടി കണ്ടെത്തണ്ടേ? ഗീതാ പ്രഭാകരും ഈ കേസിൽ നിന്ന് പിന്മാറി എന്നുള്ള ഒരു ടോക്ക് ഉണ്ടല്ലോ സർ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അവര് കേസിൽ പിന്മാറിയിട്ടൊന്നുമില്ല. ബട്ട് ദേ ലോസ്റ്റ് देयर ഇൻട്രസ്റ്റ് അല്ലേ? അതെന്തായിരിക്കും കാരണം സർ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ വരുണിന്റെ ശേഷക്രിയ ചെയ്യാനുള്ള ബോഡി റിമെയിൻസ് അത് അവർക്ക് എങ്ങനെ കിട്ടി സർ? സ്മോൾ വേൾഡ്, പീപ്പിൾ ടോക്ക്. നിനക്കെന്താടി? ആ 2 ദിവസമായി. അതിന് സൺഡേ അല്ലേ? ഇന്ന് അവിടെ തങ്ങും. നാളെ ഹരികുമാർ സാർ വരും. അദ്ദേഹത്തോടൊപ്പം DGP കാണാൻ പോകും. വേറെ എന്തെങ്കിലും അറിയണോ? അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം അച്ഛാക്ക് യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിൽ ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ യൂണിവേഴ്സിറ്റി ഇല്ലാഞ്ഞിട്ടാണോ സിംഗപ്പൂർ പോകുന്നത്? സൈബർ സെക്യൂരിറ്റിക്ക് ആ യൂണിവേഴ്സിറ്റിയാ നല്ലത്. ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. Again? സാറേ എവിടേക്കുള്ള യാത്രയാണെന്ന് തോന്നുന്നു. ഒന്ന് ട്രിവാൻഡ്രം വരെ പോവാം. സാറേ നല്ല 2 കേസ് തോന്നിയിട്ടുണ്ട്. ഇവിടുന്ന് ഒന്ന് പാലായിന്നാ, മറ്റേത് തൊടുപുഴയാ.
പക്ഷെ ഈ തൊടുപുഴ പാർട്ടി ഓസ്ട്രേലിയയിലാണ്. അല്ല, വിദേശത്തുള്ള കേസൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. उसको പക്ഷെ അവര് abroad वाले नहीं चाहिए. നീ ആ രാജനോട് പോയി ഒന്ന് അന്വേഷിക്കാൻ പറ. ആ ഓ പോയിട്ട് വരാം. पुलिस स्टेशन आता तो सारे पुलिस वाले उसको ही देखते. എന്റെ പേര് ജോർജ് കുട്ടി. DGP സാറുമായിട്ടൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. സാർ ഒരു മീറ്റിംഗിലാ, പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഓക്കെ. ജോർജോട്ടി ഒന്നും വിളിക്കണ്ട, ഞാൻ സർവീസിലില്ല. ഇറങ്ങി മോളുടെ ഹയർ എഡ്യൂക്കേഷന് കുറച്ച് കാശ് വേണമായിരുന്നു. അല്ല ജോർജ് കുട്ടി എന്താ ഇവിടെ? ഞാൻ DGP സാറിനെ ഒന്ന് കാണാൻ വന്നത്. നടൻ ഹരികുമാറും വരുന്നുണ്ട്. ഞങ്ങളുടെ സിനിമയുടെ ഒരു വ്യാജന ഇറക്കിയിട്ടുണ്ട്. അതിനൊരു കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാ. ആ സാറ് ഇറങ്ങിയിട്ട് എത്ര നാളായി? അധികമായിട്ടില്ല, ഒരു 2 മാസം. ഇറങ്ങുമ്പോ എറണാകുളം സൈബർ സെല്ലിലായിരുന്നു. മോൾ എവിടെയാണ്? കാനഡയില ഓ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ കിട്ടി. ആ സാറിന് 2 കുട്ടികൾ. മോൻ ബിടെക് കഴിഞ്ഞു. പണിയുന്നായിട്ടില്ല, ഇത്തിരി ഉഴപ്പുണ്ട്. സാർ ഇപ്പൊ ഇവിടെ? എന്റെ VRSന്റെ 1-2 പേപ്പർ ശരിയാക്കാൻ വേണ്ടി വന്നു. ജോർജ് കുട്ടി പടം കാണാൻ പറ്റിയില്ല കേട്ടോ. കേസൊക്കെ ഒതുങ്ങിയില്ലേ? എനിക്കറിയില്ല സാർ. പോലീസിന് ഇനി അതിന്റെ പുറകെ പോകാൻ വലിയ താല്പര്യമില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. सबसे यही सुनने ഞാൻ में സ്വപ്നത്തിൽ लगा പോലും വിചാരിക്കാത്ത രീതിയിലാണ് ജോർജുട്ടിയുടെ കേസ് പോയത്. സത്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടിൽ വരുമ്പോ സഹദേവനൊരു കളിയാണെന്നാണ് ഞാൻ കരുതിയത്. എന്നെങ്കിലും നേരിൽ കാണുമ്പോൾ ചോദിക്കണം വിചാരിച്ചൊരു കാര്യമുണ്ട്. സത്യത്തിൽ ഇതൊരു സെൽഫ് ഡിഫെൻസിങ് ആയിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നില്ല? मुंह से निकालने का ट्राई कर रहे हैं. എന്താ മേഡം, അവരായിരുന്നില്ലേ നിങ്ങളുടെ ഭയം? അവർ വിചാരിച്ച പലതും നടക്കുമായിരുന്നു. അല്ലെങ്കിലും ഈ കേസിൽ ആർക്കും നിങ്ങളെ കുറ്റപ്പെടുത്താനാവില്ല. കാര്യങ്ങൾ മനസ്സിലായപ്പോ ഡിപ്പാർട്ട്മെന്റിലെ നല്ല ശതമാനം ആളുകളും മാനസികമായിട്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പമായിരുന്നു. പിന്നെ മനുഷ്യരല്ലേ, ഈ आ गया वो बंदा भी. एक्टर आ गया. ആ ജോർജുട്ടിയുടെ ഹീറോ എത്തിയല്ലോ. സാറിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. സന്തോഷം. ഫോട്ടോ എടുക്കണം. അയ്യോ, നമ്മളാ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. പിന്നെ ജോർജുട്ടി, ഞാൻ മോനെ പറ്റി പറഞ്ഞില്ലേ, അവന് ഈ ഡയറക്ഷനിലൊക്കെ താല്പര്യമുണ്ട്. 1-2 ഷോർട്ട് ഫിലിമിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ജോർജുട്ടി വിചാരിച്ച എന്തെങ്കിലും ചാൻസ്? ഞാൻ നോക്കാം സാർ. സാർ ജോർജുട്ടി നേരത്തെ വന്നായിരുന്നു. ഞാനൊരു അരമണിക്കൂറായി. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയി. സാർ ഇത് സുരേഷ് ബാബു ഞങ്ങളുടെ സ്റ്റേഷനിൽ ആണോ? സാർ ഞാൻ വിളിക്കാം. नहीं. कुछ तो है यार वो अभी बंदा. पूछ रहा था सेल्फ हाँ. डिफेंस है, वो ट्राई कर रहा निकाले. ഇതിനകം 100 കോടി രൂപ കളക്ഷൻ 100 crores. പുറത്തു വരുന്ന വാർത്തകൾ. ഹരികുമാറിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സാറേ പോന്നു. സിനിമ സംവിധാനം ചെയ്ത ഞാനൊരു 5 മിനിറ്റായി. ആ പാലയുള്ള വീട്ടുകാരെ പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നു. നല്ല കുടുംബക്കാരാ. ബേസിക്കലി കൃഷിക്കാരാണ്. പയ്യൻ പഠിച്ചത് വെല്ലൂരാണ്. ഇപ്പൊ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. ഇവര് താഴെ 2 പേരുണ്ട്, ഒരു അനിയനും അനിയത്തിയും. 2 പേരും ഇപ്പൊ ചെന്നൈയിൽ പഠിക്കുക. അപ്പൊ നല്ല കേസല്ലേ? നല്ല കേസൊക്കെയാണ്. പക്ഷെ അപ്പന്റെ അടുത്ത സുഹൃത്താണ് തൃശ്ശൂർ സോണൽ ഏജ്. അതാണ് ഒരു കുഴപ്പമായിട്ട് തോന്നിയത്. കൺഗ്രാറ്റുലേഷൻസ്. ചെലവുണ്ട്. താങ്ക് യു സോ മച്ച്. നന്ദി ഞാനല്ലേ പറയണ്ടേ? ഒരിക്കലുമില്ല. ചേട്ടന് വേണേ വേറെ ഏത് വലിയ സംവിധായകരിലേക്കും പോവായിരുന്നു. ഒരു തുടക്കക്കാരനായ എന്നെ പരിഗണിച്ചില്ലേ, അതിനെ വലിയ കാര്യം ചേട്ടാ. വാ ചായ പറയട്ടെ? അയ്യോ ഒന്നും വേണ്ട, ഞാൻ വേറെ വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ. അപ്പൊ 2 സന്തോഷങ്ങൾ ചേട്ടനായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ച് കയറിയത്. എന്താണ്? ഒന്ന് നമ്മുടെ 100 കോടി, പിന്നെ എന്റെ 2ാമത്തെ സിനിമ കൺഫേംഡ് ആയിട്ടുണ്ട്. അടിപൊളി. ഹീറോ ആരുടെ കഥയാണ്? ആ കഥ എന്റെ തന്നെ, ഞാൻ തന്നെ എഴുതുന്നത്. നായകൻ ഫഹദ് ഫാസിൽ. എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേട്ടാ. ഇവിടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. ജോർജ് ചേട്ടന് താല്പര്യമുണ്ടോ?
ഉടനെ ഒരു പടം ആലോചിക്കുന്നില്ല, എനിക്ക് കുറച്ച് സമയം വേണം. ഓക്കെ എനിക്ക് എന്തെങ്കിലും ഒരു വേഷം ഉണ്ടാവില്ലേ? To act. മനീഷേ, എനിക്കൊരു ഉപകാരം ചെയ്യാം. അതെന്ത് ചോദ്യാട്ടാ? എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. മോനോട് ഡയറക്ടർ അനീഷ് രാജിനെ ഒന്ന് വിളിക്കാൻ പറ. വലിയ ഉപകാരം ജോർജ് കുട്ടി. മോന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എനിക്കാണെങ്കിൽ ഈ സിനിമക്കാരും പരിചയമില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ദയവായിട്ട് ജോർജ് കുട്ടി എന്റെ മുന്നിലെത്തിച്ചത്. ഓക്കെ സാർ, സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എപ്പോ വേണേലും എന്നെ വിളിക്കാം. എന്നാ ശരി, ഗുഡ് നൈറ്റ്. चलो गुड नाइट. फिर भी उसका काम कर दिया, उसके बेटे को करा दिया. बट उसने कभी उसको मारा वारा नहीं है यार. बट एक पुलिस आ जाता है तो പിള്ളേർ ഉറങ്ങിയോ? ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന്. എന്നിട്ടെന്തിനാ പോലീസുകാരൻ സുഹൃത്താണെന്ന കാരണത്താൽ ആ പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ചത്? ഇനി പോലീസുകാരുമായി ബന്ധമുള്ള ആരെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നീ വിഷമിക്കണ്ട. സമയമാകുമ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ ദൈവം നമ്മുടെ മുന്നിലെത്തിക്കും. മോളുടെ കല്യാണം നടക്കാനായി 9 നൊവേന കൂടാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ കുഴപ്പം? ജോർജ് കുട്ടിയുടെ ഒരു കാര്യത്തില് എനിക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ജോർജ് കുട്ടിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്. അത് പുതിയ സംഭവമൊന്നുമല്ലല്ലോ. അതല്ല, അഞ്ജുവിന് വിദേശത്തുനിന്ന് ആലോചന നോക്കണ്ടെന്ന തീരുമാനം ശരിയല്ല. എങ്ങനെങ്കിലും അവളെ നശിച്ച നാട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടു പോട്ടെ എന്റെ ജോർജ് കുട്ടി. നശിച്ച നാടോ? നിനക്കെന്നോലെ ഈ നാട് നശിച്ചത്? അവളുടെ എത്ര ആലോചനകളാ മുടങ്ങിപ്പോയെന്ന് ജോർജ് കുട്ടിക്ക് അറിയാവുന്നതല്ലേ? അതിന് ഈ നാട് എന്ത് പിഴച്ചു? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് അതിന് കാരണം. പിന്നെ നാട്ടുകാര് പറയുന്നത് അത് മനുഷ്യ സഹജമായ കാര്യമാണ്. അത് നമ്മൾ ഏത് നാട്ടിലായാലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. സമ്മതിച്ചു. പക്ഷെ അവളുടെ പ്രശ്നങ്ങള് അവള് തന്നെ കൈകാര്യം ചെയ്യാൻ പഠിക്കണ്ടേ? എന്തിനേതിനും അവളിപ്പോ ജോർജ് കുട്ടിയെ ആശ്രയിക്കുക. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞുന്ന് ജോർജ് കുട്ടി തന്നെ പറയുന്നു. അത് സത്യമാണെങ്കിൽ ഇനി അവളെ അവളുടെ വഴിക്ക് വിട്ടൂടെ? ഇപ്പൊ തന്നെ അനുവിന് പുറത്തു പോയി പഠിക്കണമെന്നുണ്ട്. അതിന് എന്തിനാ ജോർജ് കുട്ടി തടയുന്നേ? പണമില്ലെന്ന് ഇനി പറയരുത്. എന്തിനും ഏതിനും ജോർജ് കുട്ടിക്ക് കുറെ മറുപടി ഉണ്ട്. എന്താ ചെയ്? अभी तो वही चल रहा है. Case and all like. मतलब तो केस इतना बोलते ना, it's not going strong, but still that journalist, she's trying to gather information. Small world, small things, but yeah. But for him, it's going naturally. But again, he's still thinking a lot of things. क्योंकि ये कभी भी उठ के आ सकता है यार. मतलब अभी तक वो प्रॉपर्ली बंद नहीं हुआ है. Case is not closed yet. It's not yet. कभी भी उठ के आ सकता है. But again, he's against getting her daughter married abroad. तो काफी कुछ है. Maybe he has his own reasons. उसको शायद daughter को पास ही रखना है. वो शायद like scare, वो थोड़ा डर भी हो जाता है ना कभी ना कभी. And इसने कुछ सोच के भी रखा होगा. He's good at thinking. हाँ, that's true. Come on, he's like movie. I'm waiting for the major things to happen now. It is just a start. I'm pretty sure एक दो सीन का कुछ ना कुछ तो चालू हो जाएगा. कुछ तो होगा, yeah, absolutely. Cool, that's it from all guys. Meanwhile, take care. Bye bye.